അവർക്ക് 3 നേരവും അവർക്ക് ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമെ നിന്ന് വാങ്ങി കൊടുക്കാറാണ് പതിവ്. പിന്നെ അത് മാത്രമല്ല, അവർ സ്വന്തമായിട്ട് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. ഷെറീന് പ്രത്യേകമായിട്ട് കിടക്ക, തലയണ, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ബെഡ്ഷീറ്റുകൾ, ഒരു വലിയ ബക്കറ്റ് നിറയെ അവൾക്കുള്ള ഡ്രസ്സുകൾ, 10,000 രൂപ കോസ്മെറ്റിക് ഐറ്റംസുകൾ, മിറർ. അപ്പോൾ ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ ആദ്യം അവിടുത്തെ സൂപ്രണ്ടിന് പരാതി കൊടുത്തു. സൂപ്രണ്ടിന് പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതിനുശേഷം ഞാൻ പരാതിപ്പെട്ടിയിൽ പരാതി എഴുതിയിട്ടു. പുറത്തേക്ക് പോയി പരാതി. സൂപ്രണ്ട് എന്നെ വിളിച്ചിട്ട് വളരെ ദേഷ്യപ്പെട്ടു. പിറ്റേ ദിവസം സൂപ്രണ്ട്, DAG പ്രദീപ് സാറ്, പിന്നെ അവിടുത്തെ വെൽഫെയർ ലക്ഷ്മി മാഡം, ഒരു 3 പേരും കൂടി എന്നെ ചോദ്യം ചെയ്തു. മാത്രമല്ല, ഈ പ്രദീപ് സാറ് ആഴ്ചയിൽ ഒരു ദിവസം എന്ന് പറയുന്ന പോലെ വൈകുന്നേരം ലോക്കപ്പിന് ശേഷം ഷെറിനെ കാണാൻ വരാറുള്ളൊരു വ്യക്തിയാണ്. 7 മണിക്ക് ശേഷമൊക്കെ ഷെറിനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കിയാൽ ഒരു 1.5-2 മണിക്കൂറിന് ശേഷമാണ് ഷെറിനെ തിരിച്ച് ലോക്കപ്പിൽ കയറ്റാറ്. ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിയതിന് ശേഷം അന്നത്തെ DGP സെൻകുമാറിന് ഈ വിവരങ്ങളെല്ലാം വെച്ചിട്ട് ഞാൻ പരാതി അയക്കേണ്ടായി. അപ്പോൾ സെൻകുമാർ സാർ എനിക്ക് തിരിച്ചൊരു നോട്ടീസ് അയച്ചത്, ടെക്നോളജി ജയിലിൽ അന്തേവാസികളെ അപമാനിക്കുന്ന തരത്തിൽ ഞാനൊരു പ്രസ്താവന നടത്തി എൻ്റെ പേരിൽ നടപടി എടുക്കുന്നുണ്ട് സാർ അയച്ചു. ഇപ്പം നല്ല നടപ്പെന്ന് പറയുമ്പോൾ ജയിലിൽ ഫോൺ ഉപയോഗിക്കുക, ജയിൽ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുക, സ്വന്തം വസ്ത്രം വരെ ജയിലിലത്തെ മറ്റു തടവുകാരെ കൊണ്ട് കഴിയിപ്പിക്കുക, സ്വന്തം പ്ലേറ്റ് കഴിക്കുക, ജയിൽ ഉദ്യോഗസ്ഥരെ കൊണ്ട് അവരുടെ പോക്കറ്റിൽ നിന്ന് പൈസ ഒളിപ്പിച്ചിട്ട് 3 നേരം പുറമെ നിന്നുള്ള ഭക്ഷണം കഴിക്കുക.